സജി, എൻ്റെ 1500 താറാവിനെയാ കഴിഞ്ഞ ഡിസംബർ കൊന്നു കളഞ്ഞത്. അതിൻ്റെ നയാ പൈസ ഗവൺമെന്റിൽ നിന്ന് എനിക്ക് ഇന്നേ വരെ കിട്ടിയിട്ടില്ല. നഷ്ടപരിഹാരം കിട്ടാതെ അടുത്ത തവണ ഒറ്റ താറാവിനെ പോലും തൊടാൻ ഞാൻ സമ്മതിക്കത്തില്ല. അപ്പൊ അടുത്ത വർഷവും പക്ഷിപ്പനി വരവൊന്നും നിങ്ങളങ്ങോട്ട് തീരുമാനിച്ചു അല്ലേ? അതുകൊണ്ടല്ല, എൻ്റെ ദണ്ണം കൊണ്ടാ. എന്റെ ചേട്ടാ, സോമൻ ഇവിടെ ഉള്ളിടത്തോളം കാലം നിങ്ങൾ പേടിക്കുന്നത് എന്നാത്തിനാ? സോമൻ ഞാൻ പറഞ്ഞ അവന് തള്ളിക്കളയാൻ പറ്റത്തില്ല, അതാണ്. സൈചേട്ടൻ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞല്ലേ അവിടെ സാങ്ഷൻ ഒന്നും ആയിട്ടില്ല. പിന്നെ എന്തിനാ വള്ളി കേസൊക്കെ കയറി പിടിക്കുന്നത്? വള്ളി കേസോ? നിങ്ങളുടെയൊക്കെ വാക്ക് കേട്ടിട്ടാ ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന താറാവിനെ മൊത്തം ഞങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ച് കളഞ്ഞത്. നീ ഒന്നും ഉണ്ടായിരുന്നേ? എടാ ഞാൻ പറഞ്ഞോ കത്തിക്കാൻ, സൈചേട്ടൻ ഞാൻ പറഞ്ഞോ കത്തിക്കാൻ. എവിടുന്നോ എന്തോ കേട്ട് ആ മിണ്ടാപ്രാണികളെ കൂട്ടിയിട്ട് കത്തിച്ചിട്ട് അവരുടെ പ്രാക്കാണെന്ന് കരുതിയാൽ മതി. ഓ പിന്നെ ഈ സർക്കാരിന്റെ ഇൻട്രസ്റ്റ് വന്നാൽ പിന്നെ ഞങ്ങൾ എന്നെ ചെയ്യാനാ? സമരം ചെയ്യണം, അതിനല്ലേ സമരമുറകളുള്ളത്. എന്റെ പൊന്നു സോമ, കാർഷിക ലോൺ എടുത്ത് കൃഷി ചെയ്ത ഈ പാവങ്ങൾ എന്നാ ചെയ്യാനാ? ചെയ്താൽ തന്നെ ഇനി ഇവരുടെ കൂടെ ആര് നിൽക്കും? ഇതിന്റെ സാങ്ഷനൊക്കെ നേരത്തെ ആയതാണ്. ജില്ലാ സെക്രട്ടറി രമേശ് ഞാൻ കണ്ടായിരുന്നു. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഇതിന്റെ NOC കൊടുക്കാതെ നിങ്ങളുടെ ഹെഡ് ഓഫീസർ എന്നെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഗവൺമെന്റിന് ഓർഡർ കിട്ടിയതിനു ശേഷം നമുക്ക് അങ്ങനെ എടുത്ത് കൊടുക്കാൻ പറ്റുമോ സോമ? നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഇല്ലേ? എന്ത് ഉത്തരവാദിത്തമാണോ സാറേ? ആ പാവങ്ങൾ ഇങ്ങനെയിട്ട് നടത്തിച്ചു കഴിഞ്ഞാൽ കയ്യിൽ ചില്ലറടയൊന്നും വിചാരിച്ചിട്ടാണോ? പച്ച മലയാളത്തിൽ പറഞ്ഞ കൈക്കൂലി. സൂക്ഷിച്ച് സംസാരിക്കണം സാറേ. ഇതിൽ കൂടുതൽ സൂക്ഷിച്ച് സംസാരിക്കാൻ എനിക്ക് അറിയത്തില്ല സാറേ. സാർ എത്രയും പെട്ടെന്ന് ഫണ്ട് റിലീസ് ചെയ്തില്ലെങ്കിൽ നാളെ ഓഫീസിന്റെ മുമ്പിൽ ഞാൻ കൊടികുത്തും. അത് കഴിഞ്ഞ തവണ ഏറുമാടം കെട്ടിയതുപോലെ ആയിരിക്കില്ല സാർ, കുറച്ച് പേർക്കേണ്ടി വരും. എന്താ ഭീഷണിയാണോ? അതെ, സാറിന്റെ തീരുമാനം എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം എനിക്ക് മീഡിയനെയൊക്കെ അറിയിക്കാൻ. എന്റെ പൊന്ന് സോമ, ഒരു 2 ദിവസത്തിനകത്ത് ഞാനതൊക്കെ ചെയ്തേക്കാം. സാറേ 2 ദിവസം, അത് കഴിഞ്ഞ് ഇവിടെ വന്ന് പറയാനുള്ള മര്യാദ കൂടി ഞാൻ കാണിച്ചെന്ന് വരത്തില്ല. ഓ ശരി ശരി. ആ വണ്ടി വന്നല്ലേ? അവിടെ എല്ലാം ഞാൻ കാണിച്ചു തരണം. ഞാൻ തുടച്ചോളാം. 2 ഇറക്കി വെക്കട്ടെ. നീനെ റോസിയും രമണിയൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോയതാണല്ലോ, പിന്നെ ആരാ കൊണ്ടുപോകാത്ത? ചേട്ടാ 2 കൂടുതൽ വെച്ച ഈ സാധനം ചീഞ്ഞു പോകത്തൊന്നുമില്ല. എടാ ഈ മാസം ആരെങ്കിലും കടയിൽ വരാനുണ്ട്? എല്ലാ മാസവും മുടങ്ങാതെ വരുന്ന ഒരുത്തനുണ്ടല്ലോ, ആ കൃതാവ്. അവൻ വന്നിട്ടില്ല. ആരാ? സോമന? അത് തന്നെ. എടാ ഒരു ബോക്സ് എടുത്തോ. ഒരെണ്ണം മതിയോ? ആ സോമ നീഞ്ഞു വന്നേ. കൺഗ്രാജുലേഷൻസ്. എന്തിന്? അപ്പ രക്തത്തിനൊക്കെ പങ്കില്ലേ? ഏത് രക്തത്തില്? ആ പഴനി മീൻ പിടിക്കാൻ പോയ ഗ്യാപ്പിലാ പരീക്കുട്ടി പണി നടത്തിയത്. നീ വീട്ടിലോട്ട് ചെല്ലി. നല്ല ഫ്രഷ് നെല്ലിക്കയാ, 2 കിലോ ഇരിക്കട്ടെ. ഇതെന്നാ പതിവില്ലാതെ? എടാ ഇവർക്ക് വിശേഷം ഉണ്ടടാ. ഇതെന്നാ സാധാരണ ഈ സമയത്ത് പച്ചമാങ്ങയല്ല ചോദിക്കുന്നത്? നിന്റെ വിത്തല്ലേ, അത് നെല്ലിക്ക ചോദിക്കത്തുള്ളൂ. ഡോക്ടർ പറഞ്ഞത് പ്രകാരം 8-ാം തീയതി കരിമ്പൂരാടം നക്ഷത്രം. പ്രശ്നമാണല്ലോ. എന്ന് വെച്ചാ കുഞ്ഞ് ജനിച്ച് 10-ാം വയസ്സിൽ കുഞ്ഞിൻ്റെ അച്ഛന് ആയുസ്സിന് കേടാ. മുന്തിയത് അന്തക്കാല. മരണം ഏകദേശം ഉറപ്പാ. എന്തെങ്കിലും പരിഹാരമുണ്ടോ? ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് ഒരൊറ്റക്ക സംഖ്യ ദക്ഷിണ വെച്ചോളൂ, പ്രതിവിധി പറയാം. ഞാൻ കൊടുക്കാം. പ്രതിവിധി എന്താന്ന് വെച്ചാ കരിമ്പൂരാട നാളിൽ കുഞ്ഞ് ജനിക്കരുത്. അതെങ്ങനെ? നല്ലൊരു നാൾ നോക്കി സിസേറിയൻ അവിടെ ചെയ്യാ. എങ്ങനെയുണ്ട്? 500 പോയി. അതായത് ഭരണിയാണ് ഉത്തമം. നീ കേട്ടോ, ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ നീ പറയുന്ന കാര്യം നടക്കത്തില്ല. കണിയാൻ പറഞ്ഞ അച്ചട്ട സോമചേട്ടാ, അയാളോട് പോകാൻ പറ. അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാ ഇവിടെ ഒന്നും സംഭവിക്കത്തില്ല. നമുക്ക് മനസ്സമാധാനല്ലേ സോമചേട്ടാ? ചേട്ടാ പെണ്ണ് പറ്റില്ല. അതിനു മുമ്പ് നക്ഷത്രവും കിട്ടി ജാതകവും കുറിച്ചു. തന്ത തട്ടിപ്പോകുന്നല്ലേ? ഇതിനുള്ള മറുപടി ഞാൻ കൊച്ചിന്റെ 10-ാം വയസ്സിൽ പറയാം.
ശാലിനി, എനിക്ക് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുണ്ട്. പതിവില്ലാതെ സിനിമയ്ക്കൊക്കെ കൊണ്ടുപോകാന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി. എന്നതാ കോള്? എൻ്റെ ദേഹത്തൊരു പോറിൽ വീഴുന്നുകൂടി എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. നമ്മൾ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ടും നിന്റെ വയറ്റിൽ കത്തി വെക്കും. അതിന് നമുക്ക് ഈ പ്രസവം നമ്മുടെ വീട്ടിൽ വെച്ച് നടത്താം. വിവരമില്ലേ നിങ്ങൾക്ക്? പ്രസവം ഒന്ന് കേൾക്കുമ്പോഴേ എനിക്ക് പേടിയാ, പിന്നല്ലേ വീട്ടിൽ വെച്ച്. ശാലിനി, പ്രസവം ഒരു പ്രക്രിയയാണ്, അത് നടന്നോളൂ. തേങ്ങാ കൊലയാണ് പ്രക്രിയ എന്നൊക്കെ ആണുങ്ങൾക്ക് വെറുതെ അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. സോമൻ ചേട്ടന്റെ പിടിവാശി ഇവിടെ കാണിക്കല്ലേ. ഞാൻ എൻ്റെ കൈ വെച്ച് എന്തോരം പ്രസവം എടുത്തിരിക്കുന്നു. പശുവിന്റെ പ്രസവം എടുക്കുന്ന പോലെയാണോ ഇത്? ശാലിനി, അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ട് മാത്രമേ നമ്മൾ പ്രസവം നടത്തുള്ളൂ. നിനക്കെന്നെ വിശ്വാസമില്ലേ? ഇനിയിപ്പൊ ഞാൻ സമ്മതിച്ചാൽ തന്നെ എന്റെ വീട്ടുകാർ സമ്മതിക്കോ? വെറുതെ നാട്ടുകാരെ കൊണ്ട് ഓരോന്ന് പറയിക്കാനായിട്ട്. എനിക്ക് നിന്റെ സമ്മതം മാത്രം മതി, വേറെ ഒരാളുടെ സമ്മതം വേണ്ട. സോമൻ ചേട്ടൻ പറഞ്ഞ എന്തെങ്കിലും കാര്യത്തിന് ഞാൻ ഇതുവരെ എതിര് പറഞ്ഞിട്ടുണ്ടോ? പക്ഷെ എന്റെ കുഞ്ഞിന്റെ ജീവൻ വെച്ച് കളിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഹലോ. ഹലോ, ചന്തു അല്ലേ? അതെ. സോമൻ ചേട്ടൻ ഓഫീസിൽ വന്നായിരുന്നോ? ഇല്ല ചേച്ചി, ചേട്ടൻ ഇതുവരെ വന്നിട്ടില്ല. എവിടെങ്കിലും പോകുന്ന കാര്യം വല്ലതും പറഞ്ഞായിരുന്നോ? ഇല്ല, പറഞ്ഞില്ല. ചേട്ടൻ അങ്ങനെ പറയാതെ അങ്ങോട്ടും പോവാറില്ലല്ലോ. ഞാൻ എവിടെയും അന്വേഷിക്കണോ? വേണ്ട, വന്നാലൊന്ന് വിളിക്കാൻ പറഞ്ഞാൽ മതി. ആ ശരി, ഞാൻ പറഞ്ഞേക്കാം. അമ്മേ, നീ ഇത് ആരോട് പറയാതെ എവിടെ പോയതാ? ഇവിടെ ഒരു പെൺകൊച്ചു മാസം തികഞ്ഞിരിക്കുവാണെന്നുള്ള വല്ല വിചാരം ഉണ്ടോ നിനക്ക്? ചെറുക്കനെ എന്നെ കൂട്ടാൻ വേണ്ടി വന്നതാണ് ചെല്ലാനത്ത്. നിങ്ങളാരാ? വൈറ്റാട്ടി. വയറ്റാട്ടിയോ? എന്തോന്നിന്? അത് ശരി, ഇവിടെയൊക്കെ വൈറ്റാട്ടികൾ കളക്ടറിന്റെ പണിയാണ് ചെയ്യണത്. ആരാ ശരി? എൻ്റെ ഭാര്യയുടെ അമ്മയാ. ആ അതാണ്, ശരിയായിക്കോളും. സോമ, നീ എന്തോന്ന് ഉദ്ദേശിച്ച? എന്റെ കൊച്ചിന് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ. എന്ത് സംഭവിക്കാൻ? പൂവമ്പഴം പോലെ പേറിയാൻ എടുത്തു തരും, ഒരു ഈച്ച കുഞ്ഞു പോലും അറിയാതെ. അതിന് അവിഹിത ഗർഭമൊന്നുമല്ല. എന്ന് വെച്ച് പ്രസവം ടിക്കറ്റ് വെച്ച് ആളെ കൂട്ടി ചെയ്യാൻ പറ്റുമോ? സോമ, ഇവരിവിടെ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ മോളെയും കൊണ്ട് ഇപ്പം ഇറങ്ങി വീട്ടിൽ നിന്ന്. അങ്ങനെയാണെങ്കിൽ അച്ഛനും അമ്മയും പോയിക്കോളൂ. എടി, ഒന്നും എടുക്കാൻ നിൽക്കണ്ട, ഇപ്പൊ ഇറങ്ങിക്കോണം. ഒരു സൂചി കുത്തിയാ പോലും നെഞ്ചി പിടക്കണ അമ്മമാരാണ് ഈ പിച്ചാത്തോണ്ട് കീറാൻ പിടിച്ചോണ്ട് പോണത്. ഞാൻ പേരെടുത്ത ഒരു തള്ളയും പുള്ളയും ചത്തിട്ടില്ല. വാ മോളെ, ഇറങ്ങാം. വേണ്ട മോളെ. വാ ചേട്ടാ, നമുക്ക് പോവാം. ജാനകി, ശരി.